ഓസ്ട്രേലിയൻ സംഭവം ഒരു 2 തവണ കൂടി ഉണ്ടായാൽ നമ്മൾ പിന്നെ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് തലയിൽ മുണ്ടിട്ട് ഇറങ്ങേണ്ടി വരും. അമേരിക്കയിലും മറ്റുള്ള നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ അഭിമാനമുണ്ട്. കാരണം ഇവിടെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്, പ്രൊഫഷണൽസാണ്. പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആ ക്വാളിറ്റി അങ്ങ് കുറഞ്ഞു. ഇല്ലീഗലായിട്ടൊക്കെ ധാരാളം ആളുകൾ വരുന്നു, നിൽക്കുന്നു എന്നുള്ളൊരു സ്ഥിതി വന്നു. അപ്പോൾ അത് എന്ന് മാത്രമല്ല, ഈ H1 വിസ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആരോപണം വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വിലയൊന്ന് കുറച്ചൊന്ന് ഇടിഞ്ഞു. എങ്കിൽ പോലും ഇന്ത്യക്കാരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണെന്നുള്ളൊരു ധാരണയായിരുന്നു പൊതുവേ ഉള്ളത്. അക്രമത്തിനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഒന്നും പോകുന്നവരല്ല എന്നുള്ളൊരു ഇമേജും ഉണ്ടായിരുന്നു. അതാണ് പിന്നെ ഓസ്ട്രേലിയയിൽ അപ്പനും മകനും കൂടി ഇല്ലാതാക്കി കളഞ്ഞത്. അപ്പോൾ അവർ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അഫ്ഗാൻകാരനൊരുത്തൻ വന്ന് ഈ വാഷിങ്ടൺ DC-യിൽ 2 പേരെ വെടിവെച്ചു, ഒരാൾ മരിച്ചു, 2 പട്ടാളക്കാർ. അപ്പോൾ അതിനുശേഷം 19 രാജ്യങ്ങളിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള പിന്നെ അവർക്ക് ട്രാവൽ ബാൻ വന്നു. അതുപോലെ തന്നെ അവർക്ക് യാതൊരുവിധ ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങളും കൊടുക്കരുതെന്ന് വന്നു. ഈ പൗരത്വത്തിന് ഈ ഓത്ത് മാത്രം എടുത്താൽ മതി പൗരത്വം കിട്ടാനായിട്ട്. അങ്ങനെയുള്ള ആളുകളെ പോലും അവരെ തിരിച്ചു വിളിച്ചു. ആ ഓത്തിൻ്റെ ക്യൂവിൽ നിന്ന് അവരെ തിരിച്ചു വിളിച്ചു. അവർക്ക് ആ ഓത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ അവർ പിന്നെ ആരെങ്കിലുമൊക്കെ കൊന്നു ചത്തു, അവരുടെ കാര്യം കഴിഞ്ഞങ്ങ് പോയി. പക്ഷേ ബാക്കിയുള്ളവർക്കത് ഉണ്ടാക്കുന്ന വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, അവരെ ഒന്ന് പഠിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മൊത്തം സമൂഹത്തെ ബാധിക്കും, മൊത്തം മനുഷ്യരെ ബാധിക്കും എന്നുള്ളത് ഈ ജിഹാദികളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം ഈ കൈവെട്ട് കേസ് പിന്നെ ഈ ഏതാനും വ്യക്തികൾക്ക് ചേർന്ന് നിയമം കയ്യിലെടുക്കാനുള്ള എന്തെങ്കിലും അവകാശമുണ്ടോ അവർക്ക്? അങ്ങനെ ഈ അങ്ങേര് ഈ പിന്നെ പ്രവാചകനെ നിന്ദിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായ നടപടിയെടുക്കണം. എന്നല്ലാതെ 5-6 പേര് ചേർന്ന് അയാളുടെ കൈ വെട്ടുക, അത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വെട്ടുന്നത്. അപ്പോൾ അത് ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്ന് കരുതി അത് ഇന്നത്തെ കാലത്ത് അത് പ്രാബല്യത്തിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊരു മാനദണ്ഡം വേണം. ഈ മുസ്ലിം സംഘടനകൾ തന്നെ, മുസ്ലിങ്ങളുടെ പണ്ഡിത സദസ്സോ അങ്ങനെയൊക്കെ ചേർന്ന് അതിനൊരു പിന്നെ ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ട കാലമായി എന്ന് തോന്നുന്നു. ഈ ഇങ്ങനെ പിന്നെ വ്യക്തികൾ ചേർന്ന് ഇപ്പം പിന്നെ ഓസ്ട്രേലിയയിൽ ഇരുന്ന അപ്പനും മകനും കൂടെ ചേർന്നാണ് 2 പേരും ചേർന്ന് കുറേ പേരെ വെടിവെച്ച് വന്നു. അതുകൊണ്ട് വല്ല കാര്യമായോ? അതുകൊണ്ട് അതിൽ ഒരുത്തൻ ചത്തു, അപ്പൻ ചത്തു, പിന്നെ നല്ല കാര്യം, അയാളുടെ കാര്യം കഴിഞ്ഞു. ബാക്കി മകൻ ചത്തിട്ടില്ല. ഇനി അതുമൂലം ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾക്ക്, ഇപ്പം നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് പിന്നെ ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്ന വിഷമതകൾ, അപ്പോൾ ഇതുകൂടി അവർ മനസ്സിലാക്കേണ്ടതില്ലേ? അവരുടെ കാര്യം കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ മതിയോ? അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഇസ്ലാമിക സമൂഹം തന്നെ അവരുടെ പണ്ഡിത സദസ്സമൊക്കെ ചേർന്ന് ഇതിനൊരു വിശദീകരണം കൊടുക്കണം. ഇങ്ങനെയൊന്നും ഒറ്റപ്പെട്ട ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് ശരിയല്ല, യുദ്ധം നടത്തുന്നത് വേറൊരു കാര്യം. എന്നല്ലാതെ ഈ കൈവെട്ടാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവുക. അപ്പോൾ അതിന് ഞങ്ങളുടെ പ്രമാണങ്ങളിലൊന്നും കിതാബിലൊന്നും ഒരു മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നു. മാറ്റം വരുത്തണ്ട, പക്ഷേ അതിനൊരു വിശദീകരണം കൊടുക്കാമല്ലോ. നമ്മുടെ കാലത്തിന് അനുസൃതമായ ഒരു വിശദീകരണം കൊടുക്കാൻ പിന്നെ തീർച്ചയായിട്ടും ആവുമല്ലോ. എന്ന് മാത്രമല്ല, നമ്മുടെ യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, അനുസരിക്കാൻ പറ്റും? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും മറ്റുള്ളവർക്ക് ദ്രോഹവും ആകുന്ന ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതെല്ലാം ചിന്താവിഷയമാകേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇത് ഇന്ത്യക്ക് പേരുദോഷമുണ്ടാക്കി, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിനും, ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിനും പ്രത്യേകിച്ചും പേരുദോഷമുണ്ടാക്കി. അപ്പോൾ അത് നമ്മുടെ സമൂഹം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവരുത്. അത് ഉണ്ടാകുന്നതെല്ലാം നമ്മളെയൊക്കെ ബാധിക്കുന്നു. ഈ നമ്മുടെ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. നമുക്കെതിരെയൊക്കെയുള്ള ആക്രമണങ്ങൾ കൂടാനായിട്ട് സാഹചര്യം വരുന്നു. നമുക്കെതിരെയുള്ള വാക്കുകൊണ്ടുള്ള പയറ്റ് അത് കൂടും. അത് പിന്നീട് അക്രമത്തിലേക്ക് നയിക്കും. ഇങ്ങനെ നാനാതരത്തിൽ പിന്നെ ഈ ഇമിഗ്രൻസിനോടുള്ള ആ വിരോധം ശക്തിപ്പെട്ടു നിൽക്കുകയാണ്. അതിൻ്റെ പുറമെയാണ് H1 വിസയുടെ പേരിൽ ഇന്ത്യക്കാരോടുള്ള വിരോധം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഇന്ത്യക്കാരോടുള്ള വിരോധമായിട്ട് മാറാനും ഒരു പ്രയാസവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങളെ പറ്റിയൊക്കെ ഈ പണ്ഡിത സദസ്സമൊക്കെ ചേർന്ന് ഒരു ഫത്വ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, അത് ആർക്കെല്ലാം ദ്രോഹമാകുന്നുവെന്ന് ആലോചിക്കേണ്ടതുമുണ്ട്. വെറുതെ പോയി കൊച്ചുങ്ങളെയും പ്രായമായവരെയൊക്കെ കൊന്നിട്ട് എന്താണ് കാര്യമിരിക്കുന്നത്? എന്തെങ്കിലും നേടുന്നുണ്ടോ? അപ്പോൾ ഇത് വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മൊത്തം
പിന്നെ ഇസ്ലാമിക സമൂഹം തന്നെ ഒരു പുനർവിചിന്തനം ആവശ്യമാണെന്ന് തോന്നുന്നു.